ചില കാര്യങ്ങളൊന്നും എഴുതി പഠിക്കണതല്ല, കണ്ടുപഠിക്കുന്നതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഖുതുബ കഴിയുമ്പോൾ ഖത്തീബ് പറയും കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറയും, ആയത്ത് ഓതാൻ പോവുകയാണ്. അപ്പോ സദസ്സിലുള്ള ആൾക്കാർ പറയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയും. ഇത് ഒരു മനുഷ്യനും എഴുതി പഠിച്ചതല്ല, കേട്ട് പഠിച്ചതാണ്. എങ്ങനെ പഠിച്ചത്? വയസ്സായ കാരണന്മാര് ഔത്തപ്പള്ളിയിൽ ഇരുന്ന് പറഞ്ഞു കേട്ടിട്ട് പുറത്തപ്പള്ളിയിലുള്ളവർ പഠിച്ചു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുറത്തപ്പള്ളിയിലുള്ളവർ ഔത്തപ്പള്ളിക്ക് കയറിയപ്പോൾ മേലുള്ളവർ താഴത്തേക്ക് ഇറങ്ങി ഒരു കേട്ട് പഠിച്ചതാണ്. അതിന് ഔത്തപ്പള്ളിയിലുള്ള ഒറ്റൊന്നും മുണ്ടണ്ടേ, എന്നാലല്ലേ ഇത് പഠിയുള്ളൂ. ഇന്ന് നാട്ടുകാരൊക്കെ നന്നാവണമെന്ന് നമുക്ക് അഭിപ്രായം ഉണ്ട്. നമ്മൾ തൊള്ളയിൽ കൊഗ്ഗാണ്, മുണ്ടാതിരിക്കുക. ആ മുന്നിലുള്ള കാരണന്മാര് ഖത്തീബ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം എന്നാണ് പറഞ്ഞാല് മേലെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം തുടങ്ങാൻ ഒരുങ്ങുണ്ടാവും ചെറുപ്പക്കാർ. ഓർക്ക് മനസ്സിലാവും താഴത്ത് ജുമുഅ ഉണ്ടല്ലേ, അപ്പോൾ ഒരു മുണ്ടൂല. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വർത്താനം തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കാരം. അപ്പോഴാണ് ഖത്തീബ് മീൻപറമ്പൊക്കെ അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഔത്തപ്പള്ളിയിലുള്ള കാരണന്മാർ ഉറക്കെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ മേലുള്ളവർക്ക് മനസ്സിലായി താഴത്ത് ജുമുഅ ഉണ്ട്. പിന്നെ ഇങ്ങനെ തുടങ്ങി വരുമ്പോഴാണ് കലാമു റബ്ബിൽ ആലമീൻ അവിടെ. പിന്നെ രണ്ടാം ഖുതുബ തുടങ്ങുക. പിന്നെ ഇങ്ങനെ കേട്ട് ശീലമായതുകൊണ്ട് വേഗം വർത്താനം തുടങ്ങും. അപ്പൊ അങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഓതിയിട്ട് പിന്നെ പറയും സയ്യിദുനാ അവ്വലുൽ ഖുലഫായി സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ്. അപ്പൊ എല്ലാരും കൂടിയും റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഖുതുബ ഏകദേശം അവസാന ഭാഗത്താക്കിയിട്ട് ഇനിയിപ്പോൾ വർത്തമാനം പറയാൻ നേരമില്ല എന്ന് മേലുള്ളവർക്ക് മനസ്സിലാവും. ഓലാണ് പിന്നെ പുറത്തെ പള്ളിക്ക് ഇറങ്ങണത്, ഓലാണ് പിന്നെ ഔത്തപ്പള്ളിക്ക് കയറണേ. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യണ്ടേ. ഇത് നമ്മളിങ്ങനെ വല്ല എന്തേലും ഒലക്ക മുണിഞ്ഞമാതിരി ഇങ്ങനെ ഇരുന്നാൽ പിന്നെ ഇവിടുന്ന് ഇപ്പോൾ നേരാകുക. മുന്നിൽ നടക്കുന്നവർ കാണിക്കുന്ന എന്താണ് അത് കണ്ടിട്ട് ബാക്കിലുള്ളവർ വരും. ഇതൊന്നും വയത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നോട്ടീസ് ചെയ്ത് ഒട്ടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. പള്ളിക്ക് നിറയെ നോട്ടീസാണ് ഇപ്പം ചെന്നാൽ. ചെരുപ്പൂരി വെക്കുക, തുപ്പരുത്, ഇളകരുത്, അനക്കരുത്, അങ്ങോട്ട് മുണ്ടരുത്, വീടി കുറ്റിടരുത്, തുപ്പരുത്, അങ്ങനെ പോയിട്ട് ഖുതുബ പറയുമ്പോൾ സംസാരിക്കാതിരിക്കുക, ഹൗദുങ്കരയിൽ നിന്ന് സംസാരിക്കാതിരിക്കുക, ബ്രഷ് ഹൗദുങ്കരയിൽ വെക്കാതിരിക്കുക. അങ്ങനെ ഫുള്ള്. പുതിയ കമ്മിറ്റി വന്നാൽ പറയും വേണ്ട. കമ്മിറ്റി വന്ന ആദ്യത്തെ പരിപാടി ഈ നോട്ടീസ് അത്യാവശ്യമുള്ളത് ചെയ്യാം. ഇപ്പോൾ ഓതുണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ദുആ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. അതൊന്ന് എഴുതി വെക്കുക, അതൊരു ഭംഗിയാണ്.